തിരൂരങ്ങാടിയിൽ 12-കാരിക്ക് നേരെ പീഡന ശ്രമം. ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു പീഡന ശ്രമം. കരാട്ടെ വശമുള്ള പെൺകുട്ടി കുതറി രക്ഷപ്പെട്ടു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഒരു പ്രതികരണത്തിലേക്ക്. ഞങ്ങള് ഹോട്ടൽ തുറന്ന സമയമാണ്, ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഞങ്ങള് ഇവിടെ തന്നെ ഹോട്ടലിൽ അവിടെ തന്നെ കുറെ നായ്ക്കളുള്ളതാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ച് ഇങ്ങനെ ഞങ്ങൾ അകത്തും കുക്ക് ചെയ്യുന്ന സമയത്താണ് എന്തൊരു ഒച്ച കേൾക്കണത്. അപ്പൊ ഒരു കുട്ടീനെ ഒന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ വിചാരിച്ച നായ ഓടിപ്പിച്ചതാന്ന് വിചാരിച്ച്. നായ ഓടിപ്പിച്ച ഞങ്ങൾ അതുവരെ ഓടിയപ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് ഇവിടെ ബാഗ് അവിടെ ഇട്ടു. അപ്പൊ എന്തേ ചോദിച്ചപ്പോ കുട്ടിക്ക് കത്തിച്ചിട്ട് പറയാൻ കഴിയില്ല. പിന്നെ പറഞ്ഞു ഒരാളിന്റെ വായ പൊത്തി എന്നാ പോട്ടു. പിന്നെ എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഒരാൾ വായ പൊത്തി എന്നെ വലിച്ചു എന്നൊക്കെ പറഞ്ഞു. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വാർത്ത വിശദാംശങ്ങൾ വായിച്ചിരുന്നു. സമീർ, എന്താണ് സംഭവിച്ചത്? ഇക്കണക്കിനാണെങ്കിൽ എല്ലാവരും കരാട്ടയും കുംഫു ഒക്കെ പഠിക്കേണ്ടി വരും. വിവരങ്ങൾ. സുഹൈല്, രാവിലെ 8:30 ഈ സംഭവം നടക്കുന്നത്. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. 12 വയസ്സുകാരി വീടിന് സമീപത്തെ ഇടവഴിയിലൂടെ ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. ഈ സമയത്താണ് സമീപത്തെ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ഈ പെൺകുട്ടിയെ പിറകുവശത്തു നിന്നും എത്തി ആദ്യം വായ പൊത്തിപ്പിടിക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ 2 കൈകളും പിറകിലേക്കാക്കി ലോക്കാക്കുന്ന തരത്തിലേക്ക് പിടിക്കുകയും ഈ സമീപത്ത് താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമവും നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഈ 12 വയസ്സുകാരി അതിനെ പ്രതിരോധിക്കുന്നു. കരാട്ടെ വശമുള്ള കുട്ടി അതിവിദഗ്ധമായി ഈ അക്രമിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് സമീപത്തെ വനിതാ മെസ് നടത്തുന്ന ചില വനിതകളുടെ അടുത്തേക്കാണ് ഓടി വരുന്നത്. ഇവർ എങ്ങനെ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്നത് ഒരു പെൺകുട്ടി ഓടി വരുന്നതാണ്. ആ പെൺകുട്ടി ആദ്യം ബാഗ് വലിച്ചെറിഞ്ഞ് ഇവരുടെ അടുത്തേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് ഇവർക്ക് എന്താണെന്നുള്ളത് ഈ സ്ത്രീകൾക്കും മനസ്സിലായില്ല. പിന്നീട് പെൺകുട്ടിയെ ആശ്വസിപ്പിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവങ്ങാടി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്.